പിന്നെ പൊതുവെ ഒരു വർത്തമാനമുണ്ട്, ഭയങ്കര ജാടയാ, അഹങ്കാരിയാന്നൊക്കെ പറയും. അത് അത് ഈ ലോകത്തുള്ള സകല ആർട്ടിസ്റ്റുകളും പറയുന്നൊരു കാര്യമാണ്. മുട്ടിഞ്ഞ ജാടയാകും. പക്ഷേ എൻ്റെ കൂടെ 1 മണിക്കൂർ ഒന്ന് അടുത്തിരുന്നെങ്കിൽ മാത്രമേ ഞാൻ എന്താണെന്നുള്ളത് അവർക്ക് വ്യക്തമാകത്തുള്ളൂ. ഇനിയിപ്പോൾ ലോകത്തുള്ളവരെയൊക്കെ നമ്മുടെ ദേഹത്ത് പിടിച്ചിരുത്താൻ പറ്റുമോ? അത് പറ്റില്ല. നമ്മളെ മനസ്സിലാക്കണം. ഞാനിങ്ങനെയാണ് എന്ന് കരുതി ഒരു കലാകാരന് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുമില്ല. പിന്നെ സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേരെ ഞാൻ നിരന്തരം വിളിച്ച് കൊള്ളുക. പിന്നെ ഇപ്പോൾ ആ പരിപാടി അങ്ങ് നിർത്തി. എല്ലാത്തിനോടൊരു മടുപ്പ് തോന്നുന്നൊരു സമയം വരുമല്ലോ നമുക്ക്. അങ്ങനൊരു ഏറിയയിലോട്ട് പതുക്കെ സഞ്ചരിച്ച് വരും. പക്ഷേ ഇപ്പം ഞാൻ വാമായി വരികയാണ്, സ്റ്റേജ് പ്രോഗ്രാംസും ഒക്കെ ആയിട്ട്. ഒരു നിരാശ ബാധിച്ച സമയം ഉണ്ടായിരുന്നു? ഉണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നില്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്ക് ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഈ ചാനലുകളൊക്കെ ഉണ്ടെങ്കിലും ഏഷ്യാനിലെ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാം, വോഡഫോൺ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നപ്പോൾ അതിലൂടെ എനിക്ക് എന്താ പറയുക, ജീവിതത്തിൽ എന്തൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമല്ലോ. ഭയങ്കര കഷ്ടപ്പാടിനകത്ത് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അവിടുന്ന് ഇപ്പോൾ ആ പ്രോഗ്രാം ആയപ്പോൾ തന്നെ എനിക്ക് വിദേശ രാജ്യങ്ങളും സ്റ്റേജ് ഷോസും, ഇന്നിപ്പോൾ പല കലാകാരന്മാരും പറന്ന് കിടക്കുന്ന ആ സമയത്ത് ഞാൻ പറന്ന് നടന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ, അതൊക്കെ ഒരുപാട് കടങ്ങൾ അതെല്ലാം വീട്ടാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈ സ്റ്റേജ് കൊണ്ട് മാത്രം. ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ചാനലും ഉണ്ടാകും. വോഡഫോൺ കോമഡി സ്റ്റാർസ് കാലഘട്ടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാലേ അതിൽ ഈ സിനിമ എടുത്തിട്ട് ഒന്ന് മാറ്റി അതിൻ്റെ പാരഡി ചെയ്യുന്നൊരു ടൈമിലാണ് ശരിക്കും വേണുഗോപാൽ ചേട്ടൻ്റെ മൊത്തമായിട്ടുള്ള റേഞ്ച് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ നമ്മൾ എടുത്ത സിനിമ കിരീടമായിരുന്നു. അപ്പോൾ അതിൽ കിരീടത്തിനെ മൊത്തം എടുത്ത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ്. അതിൽ കത്തി തഴയിടറ എന്ന് പറയുന്നതിന് പകരം മീൻചട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് ചട്ടി തഴയിടറ എന്നാണ് പറയുന്നത്. അത് അന്ന് ഉണ്ടാക്കിയ ഒരു ഓളം ചിരി, അത് അന്ന് രാത്രി ടെലികാസ്റ്റ് ചെയ്തത് പോരാഞ്ഞിട്ട് എല്ലാ വീക്ക് ഡേയ്സിലും ഉച്ചയ്ക്കും അത് ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ആളുകൾക്ക് അത് കണ്ടിട്ട് മടുക്കുന്നില്ല. കാരണം ആ സമയം ആ സ്ലോട്ട് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ക്ലിപ്സ്, ചിരിക്കുന്ന ക്ലിപ്സ് ഇടുന്നതിന് പകരമൊക്കെ ഈ സാധനം എടുത്ത് കയറ്റി ഇടാൻ തുടങ്ങി. അത്രയും ഹിറ്റായി പോയി. ആ സ്കിറ്റിന്റെ പിന്നിലെ കഥ എന്താണെന്ന് പറയാമോ? അല്ല, അപ്പം ഈ മറ്റേ സാധാരണ സ്കിറ്റുകളായിട്ട് നമ്മൾ സ്കിറ്റുകൾ കളിച്ചു മാറുന്നത്. അപ്പോൾ അങ്ങനെയാണല്ലോ സിനിമ സ്പൂഫിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു നമുക്ക് കിരീടം പിടിച്ചാൽ. അപ്പോൾ അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമുക്ക് തിലകൻ്റെ ശബ്ദം ഇങ്ങെടുക്കുക ആദ്യം, പിന്നെ ബാക്കി ചിന്തിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണ് ആ സ്കിറ്റിന് രൂപം കൊള്ളുക. ഞങ്ങളെല്ലാം കൂടെ ഒന്ന് കുത്തിയിരുന്ന് എഴുതുന്നത്. പിന്നെ അനീഷ് ബാലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എഴുതാൻ ഒരാളുണ്ടായിരുന്നു. എഴുതുകയും പുള്ളി ഇപ്പോൾ സജീവമായിട്ട് ചാനലിലുണ്ട്, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ പിന്നിലെ അവതാരം. ஆனால் ഇങ്ങനെ നമുക്കൊന്ന് പിടിച്ചാലോ, ഓക്കെ, അങ്ങനെ പോകുമായിരുന്നത്. ഈ ചട്ടി തടയിട്ടാന്നൊന്ന് പറയാമോ? ഇപ്പം ഞാൻ സ്റ്റേജിൽ അത് ചെയ്യുന്നുണ്ട്. അതായത് അത് മൂന്നും ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ അനായാസമായ ഒരു അത്ഭുതകരമായ ഒരു മോഡുലേഷനിൽ വിളി. പിന്നെ ആദ്യം അത്യാഴ ഏതോ കത്തിയാഴാൻ, പിന്നെ സങ്കടമായി, പിന്നെ സർവ്വതും നഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ അച്ഛനാ പറയുന്നത്, കത്തിയാഴ. ഇത് തന്നെ എടുത്തിട്ട് ചട്ടി താഴെടാ, എൻ്റെ അച്ഛനാ പറയുന്നത് ചട്ടി താഴെടാ. അങ്ങനെയാണ് അത് കളിച്ചു പോയത് മൊത്തം. 6 വർഷങ്ങൾ കൊടുത്തു വോഡഫോൺ കോമഡി സ്റ്റാർസിൽ നിന്ന് കേട്ടിട്ട്. ജീവിതത്തിൻ്റെ 6 വർഷങ്ങളെ എങ്ങനെ ഓർക്കും? 6 വർഷം അത്ഭുതകരമായ 6 വർഷം. കോമഡി സ്റ്റാർസിൽ ഞാൻ ചെല്ലുമ്പോൾ 110 കിലോ ഉണ്ട്. ഞാൻ 5 വർഷം കൊണ്ട് 14 കിലോ കുറഞ്ഞു. അപ്പം ഞാൻ കുറച്ചൊന്ന് സ്ലിമ്മായി. അതെന്താണെന്ന് വെച്ചാൽ ഉറക്കമില്ല, ഭക്ഷണം സമയത്ത് കഴിക്കാൻ പറ്റത്തില്ല. ഉറക്കമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രധാനം അവിടുത്തെ. കാരണം പിന്നെ രാപകൽ ഇതേന്ന് പറഞ്ഞ് ആ സ്കിറ്റ് ഇങ്ങനെ അത് പൂർണ്ണമാക്കാൻ പറ്റും, എന്തെല്ലാം അതിനകത്ത് കുത്തി നികത്താൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അതുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കിറ്റ് എഴുതാൻ, ഞാൻ സ്കിറ്റ് എഴുതാറില്ല, പക്ഷെ നമ്മളിത് തുടങ്ങുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് വളരെ ഭീകരമായിരുന്നു ആ 5-6 വർഷം എന്നൊക്കെ പറയുന്നത്. പരസ്പരം വഴക്കും, ഈ തലയെ ചൂടായി നിൽക്കുക. ഇത് തലയ്ക്കകത്ത് വേറെ ഒന്നുമില്ല, കുടുംബമില്ല, വേറെ പശ്ചാത്തലങ്ങളൊന്നുമില്ല. ഇത് മാത്രമല്ലേ. 1 വർഷം എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു പ്രോഗ്രാം പോയി നിന്ന് 5 വർഷം. അപ്പോൾ അതെന്തുമാത്രം റീച്ചായിരുന്നു ആ പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ടില്ല ഇത്രയും പേര് മലയാള സിനിമയിലേക്ക്, എത്ര ആർട്ടിസ്റ്റുകൾ അതിനകത്ത് വന്നു. നമുക്ക് സന്തോഷം. നമ്മുടെ കൂടെ ജോലി ചെയ്തവന്മാർ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ കാണാൻ സന്തോഷമാണ്. ദാസേട്ടൻ്റെ വോയിസിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെ അത് ചെയ്യാറില്ല. ചെയ്യും. നല്ല സൗണ്ട് സിസ്റ്റവും
ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതപ്പം നിർത്തി. പിന്നെ മറ്റു പാട്ടുകൾ ഞാൻ ഈ ഹരിവരാസനം എടുത്ത് അത്, പക്ഷെ അത് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അത് ഞാൻ നിർത്തിയത് ഇവിടെ വെച്ചാൽ എവിടെയാണ്, അബുദാബിയിൽ ഒരു പ്രോഗ്രാം ചെന്നപ്പോൾ ഒരാൾ ഇത്തിരി വയലൻ്റായി. പക്ഷെ അത് അയാൾ ബുദ്ധിയില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് വയലൻ്റാണ്. ഞാൻ പറഞ്ഞ ആ അയ്യപ്പനെ അല്ല കളിയാക്കുന്നത്, പാട്ടിനെയല്ല ശബ്ദത്തെ കളിയാക്കുന്നത്, അല്ലാതെ അത് മാത്രം നോക്കിയാൽ മതി എന്ന് ഞാൻ പ്രോഗ്രാം ചെയ്തു. പക്ഷേ അയാൾക്ക് ഭയങ്കര ദേഷ്യമായി. പിന്നെ ഞാൻ വിചാരിച്ചു ശരിയാ, വേണ്ട. അതേപോലെ ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം എന്നാൽ കുറച്ചുകൂടെ മൈക്കിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലെവൽ ചെയ്ത് പാടാൻ പറ്റും. അതപ്പോൾ ആ പാട്ട് MG ശ്രീകുമാർ പാടിയാൽ ഓരോരുത്തരുടെ ശബ്ദത്തെ ബഹുമാനിച്ച് അല്ലെങ്കിൽ ശബ്ദം കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻ അത് മാത്രം അവതരിപ്പിച്ചാൽ. അപ്പോൾ ഈ ഇദ്ദേഹമാണെങ്കിൽ MG ശ്രീകുമാറാണെങ്കിൽ ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഇങ്ങനെ അത് പിന്നെ പലരും പാടുന്നതായിട്ട് ഉമ്മൻചാണ്ടി സാറ് അങ്ങനെയായിരുന്നു ഇത്. ഹരിവരാസനം അവന വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദ അങ്ങനെ അങ്ങനെ അത് പൊയ്ക്കൊണ്ടിരുന്നത്. അത് പിന്നെ ഞാനങ്ങ് നിർത്തി. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വികാര നൗകയുമായി തീരമാലകളാടിയുലൻ ഈ പാട്ടെടുത്ത് മ്യൂക്രി ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരുടെ ഇതേപോലെ തന്നെ ഒന്ന് മാറ്റി പിടിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ കത്തിതാടിയുടെ ആ സാധനം ഇപ്പം ഞാൻ സ്പോട്ട് ഡബ് ചെയ്യാൻ പോവുക. ഇവരാരും അത് ചെയ്തില്ല, അതുകൊണ്ട് എടുത്തത്. അപ്പം കത്തിയാഴ ഇത് പല നടന്മാർ ഇപ്പോൾ ഈ ഒരാളിന് പകരം ഒരാൾ സൗണ്ട് കൊടുത്തുള്ള ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഒരാളുടെ ശബ്ദം അതേപോലെ കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പം ഇതിന് നമ്മൾ അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകും. തിലൻ ചേട്ടൻ്റെ ആ ഫ്രെയിം അങ്ങനെ തന്നെ വെക്കുക. കത്തിയാഴ അത് നമ്മൾ നേരെ ഡബ് ചെയ്യുക. കത്തി താഴെയിട ജയനൊക്കെ പറയുമ്പോൾ നിൻ്റെ അച്ഛനെ പറയണത് കത്തി താഴെയിട ആ കറക്റ്റ് മീറ്ററിലത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നത്. ആ സമയത്ത് നായകന്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്നുള്ള ട്രെൻഡ് നിലനിൽക്കുന്ന ഒരു സമയമാണ്. അത് ഒരു സമയത്ത് അത് ശ്രീ ജഗദീഷ് കുമാറായിരുന്നു, ഒരു സമയത്ത് അത് ഹരിശ്രീ അശോകനായിരുന്നു, ഒരു സമയത്ത് അങ്ങനെ സലീം കുമാറായിരുന്നു, ഒരു സമയത്ത് സുരാജ് വെഞ്ഞാറമൂടായിരുന്നു. അടുത്തതാര് എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ വോഡാഫോൺ കോമഡി സ്റ്റാർസിന്റെ വരവ്. ഒരുപാട് പേരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ അത് വേണു ചേട്ടനായിരിക്കും, അല്ലെങ്കിൽ നോബി ചേട്ടനായിരിക്കും, അല്ലെങ്കിൽ നെൽസൺ ചേട്ടനായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ട്രെൻഡ് മൊത്തത്തിൽ അങ്ങോട്ട് മാറി. അതിനുശേഷം റിയലിസ്റ്റിക് സ്വഭാവത്തിലേക്ക് സിനിമയും മാറി. ആ വിധത്തിലുള്ള റോളുകളെ ഇപ്പോൾ കോമഡി തന്നെയുള്ള അഴിഞ്ഞോട്ട റോളുകൾ അങ്ങനത്തെ വേഷങ്ങൾ ലഭിക്കാതിരുന്നതാണോ, അതോ അതിലേക്കൊരു ശ്രമം ചേട്ടൻ്റെ ഭാഗത്ത് ഉണ്ടാവാതിരുന്നതാണോ? എന്താ? ഞാൻ ആ സമയത്തൊക്കെ നമുക്കറിയാവുന്ന ഒരുപാട് ഇപ്പോഴും ഞാൻ അന്വേഷിക്കാറുണ്ട്, വേഷം കിട്ടുമോ വല്ലതും ഉണ്ടോ. ഞാൻ ജോഷി സാറിനെ വരെ വിളിച്ച് എൻ്റെ ഫോൺ കണ്ടാൽ എടുക്കുന്ന ഒരാളാണ് ജോഷി സാർ. ഓക്കെ. ഞാൻ അദ്ദേഹത്തോടും ഇടയ്ക്കെല്ലാം വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പാസിംഗ് ഷോട്ടായാലും സാറിൻ്റെ സിനിമയിൽ തരണേന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഈ മലയാള സിനിമയിലുള്ള ഒട്ടുമിക്ക പേരോട് ഞാൻ ചാൻസ് ചോദിച്ച് മടുത്ത ഒരുപാട് പേരോട്. അതിൽ പലരും നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞവരുണ്ട്, നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വേഷം തന്നിട്ടില്ലല്ലോ. ഒരുപക്ഷെ ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരാളെ ആവശ്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ഇതായിരിക്കത്തില്ലായിരിക്കാം. അങ്ങനെ സംഭവിക്കാം. പ്രതീക്ഷിക്കാതൊക്കെ സിനിമയിൽ പോയി അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. പാവാടയിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഒരു തലേന്ന് വിളിക്കുന്നു, പിറ്റേ ദിവസം ചെല്ലുന്നു, അഭിനയിക്കുന്നു, വരുന്നു. അങ്ങനെ ആയിരുന്നു അത്. എനിക്ക് കോമഡി ചെയ്യുന്നതിനോടല്ല താല്പര്യം, ക്യാരക്ടർ വേഷങ്ങൾ. എനിക്ക് വില്ലൻ വേഷമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാടകത്തിൽ ഗംഭീര വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് അങ്ങനത്തെ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം ചെയ്തതല്ലേ, പക്ഷെ നമുക്ക് ചെയ്യാൻ എനിക്ക് ഗ്ലിസറിൻ പോലും വേണ്ട കരയാൻ. എനിക്കിങ്ങനെ നോക്കിയിരുന്ന് കരയാൻ പറ്റും. ഗ്ലിസറിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ല എനിക്ക് അഭിനയിക്കുന്ന കരയാനായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് അത്ര മിടുക്കണമെന്നുള്ളതല്ല, അങ്ങനെയാണ്. അല്ല അങ്ങനെയല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു നാടക സന്ദർഭത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ അഭിനയിച്ചൊരു നാടകത്തിൽ പറയാം,